ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോണ ഗെയിമിൻ്റെ പേരാണ് ആർക്ക് സർവൈവൽ ഇപ്പോൾ. അപ്പോൾ ഗെയിമിനെ പറ്റി എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ പുതിയ വെർഷൻ ഉണ്ട്, നമ്മുടെ പ്ലേ സ്റ്റോറിനകത്ത് കിടപ്പുണ്ട് ഒരെണ്ണം, ആർക്ക് അൾട്ടിമേറ്റ്. പക്ഷേ അതെൻ്റെ കയ്യിൽ സപ്പോർട്ട് ആവില്ല, അത് ഭയങ്കര ലാഗാണ്. അതിന് ഈ നമ്മുടെ ലോ എൻഡ് ഡിവൈസിലൊക്കെ വൻ സീനാണ്. ഞാൻ ഗ്രാഫിക്സ് ലോക്ക് ഇട്ട് നോക്കി, പക്ഷേ അതൊന്നും എൻ്റെ കയ്യിൽ വർക്കാവുന്നില്ല. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഭയങ്കര ലാഗ്, സ്റ്റക്കായിട്ടാണ് നീങ്ങുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്യാരക്ടറൊക്കെ ചൂസ് ചെയ്ത് നമ്മളൊരു ഐലൻഡിൽ ഒരു സ്ഥലത്ത് സ്പോൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ഒരുപാട് പരിപാടികളുണ്ട്. നമുക്ക് ഡൈനോസിനെ പിടിക്കാം, ടൈം ചെയ്യാം, അതിൻ്റെ മേത്ത് റൈഡ് ചെയ്യാം, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ എല്ലാം വരുന്ന എപ്പിസോഡുകൾ നമുക്ക് കാണാം. ഓക്കെ, ഇതാണ് നമ്മുടെ ആള്. ഞാനിപ്പോൾ എന്തായാലും കുറച്ച് സെറ്റിങ്സും ഞാനൊക്കെ റെഡിയാക്കണ്ട, അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് കളക്ട് 1 സ്റ്റോൺ, നമുക്ക് കുറച്ച് സ്റ്റോൺ എടുക്കണം. അതാണ് പുതിയ സൈഡിലൊരു മിഷൻ വന്നിട്ടുണ്ട്, കുറച്ച് സ്റ്റോൺ എടുക്കണം. ഇനി കളക്ട് വുഡ്. ഓക്കെ, അപ്പോൾ ഈ മരത്തിൽ വെച്ച് നമുക്ക് വുഡും കിട്ടും, താച്ചും കിട്ടും. ഇപ്പോൾ താച്ച് കിട്ടുന്നു, ഇനിയിപ്പോൾ വുഡ്. ഓക്കെ, നമുക്ക് വുഡ് കിട്ടിയിട്ടുണ്ട്. ഇനി ക്രാഫ്റ്റ് സ്റ്റോൺ പിക്ക്, നമുക്കൊരു പിക്കാക്സ് ക്രാഫ്റ്റ് ചെയ്യണം. പിക്കാക്സ് എന്നല്ലേ സ്റ്റോൺ പിക്ക്, അത് തന്നെ. ഓക്കെ, നമ്മളത് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ അടുത്ത് ചെയ്യാനുള്ളത്? എക്യുപ്പ് യുവർ ന്യൂ സ്റ്റോൺ പിക്ക്. ഓക്കെ, നമ്മളത് എക്യുപ്പ് ഇത് ഹോട്ട് ബാറിലേക്ക് ഇട്ടേക്കുന്നു. ഓക്കെ, നമ്മളത് എക്യുപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ മിഷൻസൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് കുറച്ച് ലെവൽ കിട്ടും. ഗെയിമിനെ പറ്റി കുറച്ചൊക്കെ എനിക്കറിയാം, പക്ഷേ ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ നമുക്കതെല്ലാം വഴിയെ പഠിക്കാമല്ലോ. ഇങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാം. ഗെയിം തുടങ്ങുമ്പോൾ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി എനിക്കറിയാം. ഓക്കെ, ഇനിയിപ്പോൾ എന്താ ചെയ്യാനുള്ളത്? ഇനിയിപ്പോൾ എന്തെങ്കിലും മിഷൻ ഉണ്ടോ? ഇപ്പോൾ എന്തെങ്കിലും മിഷൻ ഉണ്ടോ നോക്കാം. ഓക്കെ, നമുക്കൊരു മിഷനും ഇല്ല. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ ഡൈനോസിനെയൊക്കെ കൊന്ന് കണ്ടില്ലേ, ഇതൊക്കെ നമ്മളെ ഇത് വിഷം തുപ്പി സാധനം. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നോക്കിയോ, വിഷം തുപ്പിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും കാണാൻ പറ്റത്. ഇപ്പോൾ ഇത്തിരി വിഷം തുപ്പ് കണ്ട, ആ തുപ്പി കണ്ടില്ലേ. ഇപ്പോൾ കുറച്ച് നേരത്തേക്ക് പോയിസൺ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് നേരത്തേക്ക് നമുക്ക് നമ്മുടെ മൂവ്മെൻറ്റും സ്ലോ ആയിക്കോളൂ. അതാണ് ഈ ഡിലോഫസോറസ്, അങ്ങനെ എന്താണ് ഡിനോസറിൻ്റെ പേര്, ഡിലോ അങ്ങനെ എന്താണ്ടുമാണ്. നമുക്കിതിനൊന്ന് കൊന്നു നോക്കാം. പകുതി HP കഴിഞ്ഞിട്ടുണ്ട്, അത് തുപ്പാൻ പോകുന്നു. ഓക്കെ, തുപ്പിയില്ല. നമ്മളത് അതിൽ നിന്ന് നമ്മൾ സർവൈവ് ചെയ്തു. ഓക്കെ, ഒന്നില്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ ഞാൻ മിക്കവാറും ഞാൻ തീരാൻ ചാൻസ് ഇല്ലാന്ന് തോന്നുന്നു. കാരണം ഇപ്പം അത്യാവശ്യം പകുതിയോളം ഓക്കെ വീണ്ടും തുപ്പിയിട്ടുണ്ട്. ഓക്കെ, മിക്കവാറും ഞാനിപ്പോൾ തന്നെ ചാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ സ്റ്റാമിന തീർന്ന് നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ ഇതേപോലെ സ്റ്റാമിനയും സ്പീഡൊക്കെ കൂട്ടി വെക്കണം. അതാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൈനോസ് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ നമുക്ക് പെട്ടെന്ന് കൂടി രക്ഷപ്പെടാൻ പറ്റും. പിന്നെ ആ സ്പീഡിൽ ഓടാനായിട്ട് നമുക്ക് അത്യാവശ്യം സ്റ്റാമിനയും ഉണ്ടാവും. ഓക്കെ, നമുക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ ഇറച്ചി കൊത്തിയെടുക്കാം. നമുക്ക് ഹൈഡ് ഇറച്ചി കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ എന്തായാലും ഈ ഐലൻഡിലേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് ഞാൻ കുറച്ച് ലെവലൊക്കെ കൂട്ടിയിട്ട് വരാം. ഓക്കെ ഗൈസ്, അങ്ങനെ കുറേ നേരം ഓടി നടന്ന് നമുക്കൊരു ലെവൽ കിട്ടിയിട്ട് ഞാൻ ഈ ഏരിയയിലുള്ള ഒരുപാട് ഡിനോസർ, കുഞ്ഞു ഡിനോസറിലൊക്കെ ഞാൻ കൊന്ന്. ഇവിടെ ചെറിയ ചെറിയ കണ്ടില്ലേ, കുഞ്ഞു ഡിനോസറൊക്കെ അതിനൊക്കെ കൊന്ന് നമ്മൾ ഒരു ലെവൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഇപ്രാവശ്യം ഞാൻ എന്തായാലും സ്റ്റാമിന കിട്ടും, കാരണം സ്റ്റാമിന പെട്ടെന്ന് തീരുന്നുണ്ട്. ഓക്കെ, നമ്മൾ അങ്ങനെ ലെവൽ 2 ആയിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്കൊരു ബ്ലൂ പ്രിൻറ്റ് കിട്ടി. അത് നമുക്കിങ്ങനെ ഗിഫ്റ്റ് ബോക്സ് കിട്ടും. അപ്പോൾ നമുക്ക് ബ്ലൂ പ്രിൻറ്റ്സ് കാര്യങ്ങളൊക്കെ കിട്ടും. ഇതൊക്കെ നല്ലതാണ്, നല്ല ബ്ലൂ പ്രിൻറ്റ്സൊക്കെ കിട്ടും. പിന്നെ ഡ്രോപ്പിൽ നിന്നും കിട്ടും നല്ല കൂടിയ സാധനം. അതുപോലെ തന്നെ എനിക്ക് ഈ അസെൻഡൻ്റെ ടോർച്ചും ഇങ്ങനെ കിട്ടിയതാണ്, ഗിഫ്റ്റിൽ നിന്ന് കിട്ടിയതാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് എന്താ സ്വിച്ച് ടു പിക്ക്. ഓക്കെ, നമ്മളത് സ്വിച്ച് ടു ഫിസ്റ്റ്. ഓക്കെ, ഇതൊക്കെ ഓരോ മിഷൻ അവർ പറയുന്ന പോലെ ചെയ്യണം. ഓക്കെ, ഗ്യാദർ ബെറീസ്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ബെറി പറക്കണം. ബെറി പറിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കഴിക്കണം. ഓക്കെ, ഫ്യൂ മോർ ബെറീസ്. ഓക്കെ, നമുക്കപ്പോൾ കുറച്ച് ബെറി തിന്നാം, ബെറി കഴിക്കണം. ഓക്കെ, ഡ്രിങ്ക് സം വാട്ടർ. എനിക്ക് തോന്നുന്നു ഇതോടെ ഈ മിഷൻ മിക്കവാറും തീരുമാനിക്കും. യെസ്, ആ മിഷൻ തീർന്നു. ഓക്കെ, നമ്മുടെ ഫുഡൊക്കെ നമ്മൾ നോക്കണം കേട്ടോ, അല്ലെങ്കിൽ പണിയാണ്. നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണിയാണ്. കാരണം കണ്ടില്ലേ, നമ്മൾ ഫുഡ് കിട്ടാതെ ചത്തുവാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ രാത്രി കഴിക്കാനാൽ തണുപ്പടിച്ചാവാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത എന്തെങ്കിലും മിഷൻ വന്നിട്ടുണ്ടോ നോക്കാം നമുക്ക്. ഓക്കെ, ഒരു മിഷനും ഇല്ല. അപ്പോൾ വീണ്ടും ഇതേപോലെ തന്നെ നമുക്ക് കുഞ്ഞു ഡിനോസറിനൊക്കെ കൊന്ന് നമുക്ക് വീണ്ടും ഒരു ലെവലപ്പ് കൂടെ ആയിട്ട് വരാം. ഓക്കെ ഗൈസ്, അങ്ങനെ വീണ്ടും ഒരുപാട് നേരത്തെ പരിശ്രമത്തിന് ശേഷം നമുക്ക് വീണ്ടും ഒരു ലെവൽ കിട്ടി. ഈ അസൻ്റെ ടോർച്ച് ഉള്ളതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഡൈനോസിനെ കടിച്ചിടാൻ പറ്റുന്നുണ്ട്. കാരണം നമ്മുടെ പിക്കാക്സ് ലെവൽ എത്രയാണ്? ഒരു മിനിറ്റ് നോക്കട്ടെ, ഡാമേജ് എത്രയാണെന്നുണ്ട് പിക്കാക്സിൻ്റെ 16. പക്ഷേ നമ്മുടെ അസൻ്റെ ടോർച്ച് 59 ഡാമേജ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം എന്തായാലും ഞാൻ സ്റ്റാമിന തന്നെ കൂട്ടും. കാരണം സ്റ്റാമിന ഭയങ്കര രീതിക്ക് പോകുന്നുണ്ട്.
നമുക്കിനിപ്പോൾ എന്തെങ്കിലും മിഷൻസ് വന്നിട്ടോ നോക്കാം. ലേൺ ക്യാമ്പ് ഫയർ എങ്ങനെ. ഓക്കെ, നമുക്ക് മറ്റേ കുക്ക് ഇറച്ചിയൊക്കെ ചുട്ട് തിന്നാനുള്ള സാധനം ക്യാമ്പ് ഫയർ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെന്തൊക്കെയാണ് ഫ്ലിൻറ്റ്, സ്റ്റോണും വുഡ്. ഓക്കെ, നമുക്കതെല്ലാം ഒന്നെടുക്കാം. ഫ്ലിൻറ്റ് നമുക്ക് കല്ലിൽ നിന്ന് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലിൻറ്റ് കിട്ടും. ഈ കല്ല് കൊത്താൻ പറ്റില്ല. ഓക്കെ, നമുക്കിവിടെ ഒരു കല്ലുണ്ട്, ഈ കല്ലിൽ നിന്ന് കൊത്തി നോക്കാം. ഓക്കെ, നമുക്ക് ഫ്ലിൻറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത്തിരി വുഡ് വേണം. ഇതൊക്കെ ഞാൻ കൊന്നിട്ടതാണ് ഈ ഡോഡോനെയൊക്കെ, അതായത് ഇതിനെയൊക്കെ. വുഡ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ വേണ്ടത്? നമുക്ക് സ്റ്റോൺ വേണം നമുക്ക്. ഓക്കെ, അതിന് മുമ്പ് സ്റ്റോൺ വേണം നമുക്ക്. സ്റ്റോണും കുറച്ച് വേണം. ഓക്കെ, ഞാനിപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് ഇതിൽ നിന്നുള്ള ഞാൻ നേരത്തെ കുത്തിയിട്ട് കിട്ടാഞ്ഞത് മറവിയാണ് ഭയങ്കര. ഓക്കെ, ഞാനിപ്പോൾ എന്തായാലും സ്റ്റോണും കൂടെ കുത്തിയിട്ട് ഞാൻ വരാം. സ്റ്റോണും കൂടെ ഒത്തിരി കളക്ട് ചെയ്യട്ടെ. ഓക്കെ, നമുക്ക് സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണ് വേണ്ടത്? ക്യാമ്പ് ഫയർ ക്രാഫ്റ്റ് ചെയ്യണം. 2 ഇരിക്കട്ടെ, കാരണം നമ്മുടെ ഒരുപാട് ഇറച്ചിയുണ്ട്. ഇതെല്ലാം നമുക്ക് ചുട്ട് തിന്നണം. ഓക്കെ, 2 ഞാൻ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. 2. ഓക്കെ, അത് ക്രാഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ മതി, ഈ ഒരു മൂലക്കയിൽ മതി. കുറച്ച് കളയുമ്പോൾ ഇതൊക്കെ പൊളിച്ച് കളയാനുള്ളതാണ് സാധനമൊക്കെ. ഫ്യൂവൽ ദ ക്യാമ്പ് ഫയർ. ഇനിയിപ്പോൾ ക്യാമ്പ് ഫയർ ഫ്യൂവൽ ചെയ്യണം, അതായത് നമ്മൾ സാധനമായിട്ട് കത്തിക്കണം. ഫ്യൂവൽ ആൻഡ് ലൈറ്റ് രണ്ടും കത്തിച്ചേക്കാം, കാരണം ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇറച്ചും കൂടി ഇടും. ഓക്കെ, ആ മിഷൻ കംപ്ലീറ്റ് ആയല്ലോ. ഓക്കെ, അത് കംപ്ലീറ്റ് ആയി ഇല്ലേ? നമുക്ക് നമ്മുടെ ഇറച്ചിനകത്തിട്ട് ചുട്ട് തിന്നാം. പകുതി ഇതിനകത്ത് ഇടാം. ഇനി ബാക്കി പകുതി നമുക്ക് ഇതിനകത്ത് കൂടെ ഇനിയുണ്ട് ബാക്കി. അത് നമുക്ക് ഒറോഡ് ഉണ്ടാക്കിയാലോ ക്യാമ്പ് ഫയർ. പിന്നെന്താ വേണ്ടത്? താച്ച്, സ്റ്റോൺ. ഓക്കെ, അപ്പോൾ എന്തായാലും കുറച്ച് സ്റ്റോൺ കുത്തട്ടെ. ഫ്ലിൻ്റാണ് സ്റ്റോൺ കിട്ടി. ഇനിയിപ്പോൾ ഇത്തിരി താച്ചും കൂടെ വേണം. താച്ചും കൂടി ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ അറച്ചോടെ കൊത്തിയെടുക്കട്ടെ. ഓക്കെ, നമ്മൾ ഒരെണ്ണം കൂടെ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇരിക്കട്ടെ, 2 ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. 2 ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇരിക്കട്ടെ. ഒരെണ്ണം ഇവിടെ വെച്ചു, ഒരെണ്ണം ഇവിടെ വെച്ചു. ഓക്കെ, പകുതി ഇറച്ചിനകത്തിട്ടു. ഇനി ബാക്കി പകുതി ഇറച്ചി ഇതിനകത്ത് വിട്ടു. ഓക്കെ, അങ്ങനെ നമ്മളത് ലൈറ്റ് ക്യാമ്പ് ഫയർ, നമ്മൾ എല്ലാ ക്യാമ്പ് ഫയറിലും നമ്മൾ ഇറച്ചി ഇട്ട് ചുട്ടിട്ടുണ്ട്. നമ്മുടെ കുക്ക്ഡ് മീറ്റ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ഹങ്കർ ലെവലൊക്കെ തീരും. നമ്മുടെ ബെറി കഴിക്കണ പോലെ ആയിരിക്കില്ല, പെട്ടെന്ന് ഫുള്ളാവും. ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നമ്മൾ വീണ്ടും കുഞ്ഞു ഡിനോസറിലൊക്കെ കൊന്ന് വീണ്ടും ലെവലപ്പാണ്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഒരു ലെവലും കൂടെ ആയിട്ട് ഞാൻ വരാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമുക്ക് ഒരു ലെവലൂടെ കിട്ടിയിട്ടുണ്ട്. ഇപ്രാവശ്യം ഞാൻ ലെവൽ എങ്ങനെ ആയിട്ടെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു സാധനം കണ്ട, അവിടെ ഈ സാധനം കണ്ട, പൊട്ടൻ ഡസ്റ്റോ അങ്ങനെ എന്തോ ഒരു പേരാണ് ഇതിൻ്റെ. ഇത് കഴിച്ച് കഴിഞ്ഞാൽ കാണിച്ചാൽ ഇതിപ്പോൾ 9 ഇതൊന്നും തരട്ടെ, നമ്മളെടുക്കുക. എന്നിട്ട് നമ്മൾ അബ്സോർബ് ആക്കണം. അപ്പോൾ ഇത്രയുടെ ലെവൽ കയറും. കണ്ടില്ലേ, ഇതൊരു നല്ലൊരു മെത്തേഡാണ് ഫോർ ലെവലപ്പ്. മീൻസ് ഒരു ലെവൽ 1 to 10 നമുക്കിതൊരു നല്ല കാര്യമാണ്. പക്ഷേ 10 മുതൽ മുകളിലോട്ട് പോകുമ്പോഴേക്കും നല്ല രീതിക്ക് ചിലപ്പോൾ 600, 700, 1000 എക്സ്പി ഒക്കെ വേണ്ടി ഒരു ലെവൽ കയറാനായിട്ട്. അപ്പോൾ നമുക്കത് പറ്റില്ല. അപ്പോൾ ഇതെനിക്ക് ഇത് കിട്ടിയതാണ്, ഗിഫ്റ്റ് കിട്ടൂല, അതിൽ നിന്ന് കിട്ടിയതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം സ്റ്റാമിന കൂട്ടാം. ഓക്കെ, 2 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും മൂവ്മെൻറ്റ് സ്പീഡ് കൂട്ടാം. മൂവ്മെൻറ്റ് സ്പീഡ് വേണ്ട, അല്ലെങ്കിൽ വെയിറ്റും മൂവ്മെൻറ്റ് സ്പീഡും കൂട്ടാം. ഓക്കെ, അടുത്തതിൽ നമുക്ക് സ്റ്റാമിന അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ലെവൽ 5 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ? ഓപ്പൺ നാവിഗേഷൻ കിറ്റ്. നമ്മുടെ മാപ്പ് ഓപ്പൺ ചെയ്യണം. അവിടെ നിന്ന് ഒരു ഇത് എടുക്കണം. ഇത് മറ്റേതാ, ഫൈൻഡ് ഡോഡോ എന്നിട്ട് അതിൻ്റെ മീറ്റ് ഹാർവെസ്റ്റ് ചെയ്യാനായിട്ട്. ഡോഡോ തന്നെ വേണമെന്നില്ല, നമുക്ക് ഏതെങ്കിലും ദിനോസറിനെ കൊന്നാൽ മതി. ഇത് 90, ചെറിയ ദിനോസർ മതി നമുക്ക്. ഡോഡോ 40. ഓക്കെ, ഇതിനകത്ത് തന്നെ എടുക്കാം. ഓക്കെ, നമ്മൾ ഡോഡോനെ കൊന്ന് ഇനിയിപ്പോൾ അതിൻ്റെ മീറ്റ് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ 2 ഡിലോനും കൂടെ നമുക്ക് അങ്ങോട്ട് വന്നേക്കാം. വന്നതല്ലേ, വിഷം തുപ്പുന്നുണ്ടോ അത്? അടുത്തതിൽ ഹെൽത്ത് കയറ്റാൻ നോക്കണം, കാരണം 2 കടിക്ക് ഹെൽത്ത് പോകുന്നുണ്ട് എൻ്റെ. അടുത്തതിൽ ഹെൽത്ത് കയറ്റണം, അടുത്ത ലെവലപ്പിൽ ഹെൽത്ത് കയറ്റണം. മിക്കവാറും ഈ 2 എണ്ണത്തിന് കൊന്നു കഴിയുമ്പോഴേക്കും നമുക്ക് അത്യാവശ്യം നമുക്ക് ഹെൽത്ത് കിട്ടും. ഹെൽത്ത് നിന്ന് ലെവലപ്പ് ആവും. ലെവലപ്പ് ആയില്ലെങ്കിൽ ഞാൻ മറ്റേ പൊട്ടൻ്റെ ഡസ്റ്റ് കഴിക്കും, എന്നിട്ട് ലെവലപ്പ് ആവും. നമ്മുടെ ഹെൽത്ത് കണ്ടമാനം ഹെൽത്ത് പോകുന്നുണ്ട്. അത് തുപ്പാൻ തുപ്പി. ഈ അസൻഡൻറ്റ് ടോർച്ച് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും പിടിച്ച് നിൽക്കുന്നത്.
അല്ലെങ്കിൽ പണ്ടേ കൊണ്ട് ചെത്തന്നെ. കാരണം 16ഉം 10ഉം ഡാമേജുള്ള വെപ്പൺസാണ് എൻ്റെ അടുത്തുള്ളത്. ഓക്കെ, നമുക്ക് ഒരു ലെവൽ കിട്ടണം. ഇപ്രാവശ്യം എന്തായാലും ഹെൽത്ത് കൂട്ടാം. ഹെൽത്ത് തീരെ ഇല്ല. നമ്മുടെ ഇതെന്തേ കത്തിച്ചതൊക്കെ ഓക്കെ അതവിടെ ഉണ്ട്. രാത്രിയായി, ബെഡൊക്കെ ഉണ്ടാക്കണം. ഇനി റിട്ടേൺ ടു ക്യാമ്പ്. ഓക്കെ, അത് ഓൾറെഡി കുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആ മിഷൻ അവരത് കംപ്ലീറ്റ് ചെയ്ത് തന്ന്. നെക്സ്റ്റ് ഇനിയിപ്പോൾ എന്താ ഉള്ളത്? ഫസ്റ്റ് ലിറ്റിൽ ഫിയോമിയ. ഓക്കെ, ഇത് മറ്റേ വീട് ഉണ്ടാക്കണം നമുക്ക്. ഓക്കെ, എന്തായാലും നമുക്കൊരു വീട് ആവശ്യമുണ്ട്. എന്തായാലും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തേക്കട്ടെ. ബെഡ് വേണം. ബെഡ് നമുക്ക് എന്തായാലും ഇപ്പം അൺലോക്ക് കാണണം. കാരണം നമുക്ക് ബ്ലൂ പ്രിൻ്റ് ഉണ്ട്. ബെഡിൻ്റെയൊക്കെ ബ്ലൂ പ്രിൻറ്റ്സ് ഇഷ്ടം പോലെ കിട്ടും. എന്തായാലും ബെഡ് വേണ്ട. ഞാനപ്പോൾ എന്തായാലും ആ മിഷൻ അൺലോക്ക് ആക്കി വെക്കട്ടെ. എന്നിട്ട് ബേസ് പണിത് കഴിഞ്ഞിട്ട് ഞാൻ വരാം. അതിൻ്റെ ഇടയ്ക്ക് കുറേ സമയം പോകും ഈ മരം വെട്ടിയെടുക്കാനും പിന്നെ ഫൈബർ ഒരുപാട് സമയം പോകും. അപ്പോൾ ഞാൻ എന്തായാലും ബേസിൻ്റെ അവസാനം ആ ഒരു ഇതെത്തുമ്പോൾ പണിയുന്ന ടൈമാകുമ്പോൾ ഞാൻ വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ എല്ലാം കളക്ട് ചെയ്തപ്പോഴേക്കും രാത്രിയായിരുന്നു. പിന്നെ ഞാൻ ഒരു സ്ലീപ്പിംഗ് ബാഗ് വെച്ച് പിന്നെ നമ്മുടെ 3-4 ബോക്സ് വെച്ച് ഇതെല്ലാം ഇതിൻ്റെ ബ്ലൂ പ്രിൻറ്റ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗിഫ്റ്റിൽ നിന്ന് കിട്ടി എനിക്ക്. പിന്നെ 4 ബ്ലൂ പ്രിൻറ്റ്സ്. പിന്നെ എന്തൊന്നാണ് ഇതിനകത്ത് ഞാൻ റിസോഴ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്താണ് വെച്ചേക്കുന്നത്. ഇതില്ലേ കാര്യങ്ങളൊക്കെ ഇതിനകത്ത്. ചിലപ്പോൾ നമുക്ക് വെയിറ്റും ആവശ്യമില്ലാത്തൊന്നും എടുത്ത് കൊണ്ട് നടക്കണ്ടല്ലോ. പിന്നെ അതിനകത്ത് ഞാൻ എല്ലാം ക്രാഫ്റ്റ് ചെയ്തതൊക്കെയാണ്. അപ്പോൾ നമുക്ക് തൽക്കാലം ഇപ്പോൾ ഇതെല്ലാം ഇതിനകത്തോട്ട് മാറ്റിയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം കണ്ട് എടുക്കാം. ഓക്കെ, നമുക്കിനിപ്പോൾ നമ്മുടെ ആ മിഷൻ കംപ്ലീറ്റ് ചെയ്യണം. നമ്മൾ ആ ബേസ് കെട്ടുന്ന മിഷൻ ഉണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യണം. നമുക്ക് എന്തായാലും ഈ ഒരു ഏരിയ വെക്കും. കാരണം ഇവിടെ ഇത്തിരി പരന്ന് നിൽക്കുന്നതാണ്. അപ്പോൾ ഇവിടെ വെക്കാം എന്തായാലും. ഒരേ ഡിനോസറുകൾ വരും. നോക്കി, നല്ല തുടക്കം. രാവിലെ തന്നെ ഇതിൻ്റെ കടി കിട്ടിച്ച. ഓക്കെ, ഇനിയിപ്പോൾ ചത്താലും കുഴപ്പമില്ല. കാരണം അവിടെ ഒരു ബെഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എങ്ങനെ ചത്ത് കഴിഞ്ഞാൽ നേരെ ആ ബെഡിൽ സ്പോൺ ആവാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് സീനില്ല. ഓക്കെ, അങ്ങനെ ഇനിയിപ്പോൾ ഈ ഏരിയ ഫുള്ള് ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പോൾ ഈ ഏരിയ ഫുള്ള് ക്ലിയർ ആയിട്ടുണ്ട്. നമുക്കിനിപ്പോൾ എന്തായാലും നമ്മുടെ ആദ്യം ഫൗണ്ടേഷൻ വെക്കണം. 4 ഫൗണ്ടേഷൻ. 1 2 3 4. ഞാൻ ടോർച്ച് മാറ്റട്ടെ. ഓക്കെ, ഇനിയിപ്പോൾ വാതിൽ ഓക്കെ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അല്ല, ഡോർ ഫ്രെയിം അല്ലേ അത്. ഓക്കെ, ഇനി ഡോർ വെച്ചു. ഇനി നമുക്ക് വാൾ വെക്കണം. വാൾ ഞാൻ ഒരു 12 എണ്ണം ക്രാഫ്റ്റ് ചെയ്ത്. കാരണം ഒരു ഇതിൽ പൊക്കത്തിൽ നിൽക്കട്ടെ അല്ലേ. അല്ലെങ്കിൽ പിന്നെ ഇത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഇത് വെച്ച് കഴിഞ്ഞാൽ ഇത് എത്ര ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓടിക്കയറുമ്പോൾ ഒരു ബുദ്ധിമുട്ട് പോലെ ഇരിക്കുള്ളൂ. അപ്പോൾ ഞാൻ ഒരു ഇത് പൊക്കത്തിൽ കൂടെ ഞാൻ ഒരു വാൾ വെക്കാം. ഓക്കെ, ഇപ്പോൾ അത്രയും മതി തൽക്കാലത്തേക്ക്. ഇനിയിപ്പോൾ റൂഫ് വെക്കണം. 1 2 3 4. ഓക്കെ, അങ്ങനെ നമ്മുടെ വീടിൻ്റെ പണി കഴിഞ്ഞു. ആ മിഷനാണ് കംപ്ലീറ്റ് ആയി. ഗെറ്റ് ഇൻസൈഡ്. ഓക്കെ, ആ മിഷനും കംപ്ലീറ്റ് ആയി. പിന്നെ കുറച്ച് ലെവൽ എനിക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരുന്നു നേരത്തെ. ഞാൻ ഇത് കളക്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഡിനോസറുകളൊക്കെ വന്നപ്പോൾ അതിനെ കൊന്നപ്പോൾ കുറച്ച് ലെവൽ കിട്ടി. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ലെവൽ കൂട്ടാം. എത്ര ലെവലുണ്ടെന്ന് നോക്കട്ടെ എനിക്ക്. അയ്യോ, ഓക്കെ 2 ലെവലുണ്ട്. എന്തൊക്കെ കൂട്ടും ഞാൻ? വെയിറ്റ് മൂവ്മെൻറ്റ് സ്പീഡും കൂട്ടാം. കാരണം ഇനി മുതൽ അങ്ങോട്ടേക്ക് നമുക്ക് ഒന്നാമതേ ഇപ്പം നമ്മൾ ചെറിയ ലെവലാണ് ഡിനോസറുകളൊക്കെ ടൈം ചെയ്ത് കണക്കായിരിക്കും. അപ്പോൾ നമുക്ക് ഒരുപാട് സാധനങ്ങൾ സ്റ്റോറേജ് കൊണ്ടുപോണ്ടി വരും. ഇനിയിപ്പോൾ നമ്മൾ വേറെ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ വെള്ളം വെക്കണം. അതുപോലെ തന്നെ അമ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് വെക്കണം. അപ്പോൾ നമുക്ക് അത്യാവശ്യം വെയിറ്റ് വേണം. അപ്പോൾ എന്തായാലും ഞാൻ വെയിറ്റ് കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, ഒരു ലെവലും കൂടെ നമ്മൾ ആ പൊട്ടൻ ടെസ്റ്റ് ഉള്ളത് കൊണ്ട് അത്യാവശ്യം നമുക്ക് ലെവല് പെട്ടെന്ന് കൂടും. ഇപ്പോൾ തന്നെ ലെവല് 9. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് അങ്ങനത്തെ പരിപാടികളൊക്കെ അങ്ങോട്ട് ചെയ്തേക്കാം. വരും എപ്പിസോഡ് നമുക്ക് ഒരുപാട് ഇത് കണ്ട ഈ വലിയ ദിനോസറിനെയൊക്കെ നമുക്ക് പിടിക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഗൈസ്.